മണിക്കൂറുകൾക്കിടയിൽ യുഎഇയിൽ 2 മലയാളികൾ കോവിഡ് ബാധിച്ച് മരിച്ചു. കൊല്ലം അരക്കന്നൂർ സ്വദേശി ഷിബു അബുദാബിയിലാണ് മരിച്ചത്. 31 വയസ്സായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായി കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. ഇരിങ്ങാലക്കുട പുത്തൻചിറ സ്വദേശി വെള്ളൂർ കുമ്പളത്ത് ബിനിൽ ദുബായിലാണ് മരിച്ചത്. കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി അജ്മാനിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഇതിനോടൊപ്പം തന്നെ 48 മണിക്കൂറിനിടെ 18 മലയാളികളാണ് ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ഗൾഫിൽ മരിച്ച മലയാളികളുടെ എണ്ണം 119 ഉയർന്നിരിക്കുകയാണ്. അതേസമയം സൗദിയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലിരുന്ന 5 പേർ മരിക്കുകയുണ്ടായി. ആദ്യമായാണ് ഒരേ ദിവസം ഇത്രയധികം മലയാളികൾ സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്നത്. മലപ്പുറം രാമപുരം സ്വദേശി അഞ്ചരക്കണ്ടി അബ്ദുൽ സലാം, മലപ്പുറം കൊണ്ടോട്ടി മുതവല്ലൂർ സ്വദേശി പറശ്ശേരി ഉമർ, മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശി അഞ്ചു കണ്ടൻ മുഹമ്മദ് ഇല്യാസ്, കൊല്ലം പുനലൂർ സ്വദേശി ഷംസുദ്ദീൻ എന്നിവരാണ് ജിദ്ദയിൽ മരിച്ചത്. കൊല്ലം കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷൻ സ്വദേശി ഷാനവാസ് ഇബ്രാഹിം കുട്ടി ജുബൈലിലാണ് മരിച്ചത്. ഇന്നത്തെ 5 മരണത്തോടെ കോവിഡ് ബാധിച്ച് സൗദിയിൽ മരിച്ചവരുടെ എണ്ണം 24 ഉയർന്നു. ഇതിനു പുറമെ തൃശൂർ ഏറിയാട് സ്വദേശി ഷമീർ കാവുങ്ങൽ റിയാദിൽ കോവിഡ് ലക്ഷണങ്ങളോടെ മരിച്ചിട്ടുമുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്രവ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കോവിഡ് ആണോ എന്ന് സ്ഥിരീകരിക്കാനാവുകയുള്ളൂ. മലപ്പുറം രാമപുരം ബ്ലോക്കുംപടി സ്വദേശി അഞ്ചുകണ്ടി തലയ്ക്കൽ മുഹമ്മദ് മകൻ MK അബ്ദുസ്സലാം ജിദ്ദയിലെ ഒബഹൂറിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ കോംപ്ലക്സിൽ വെച്ചാണ് മരിച്ചത്. ജിദ്ദയിലെ ഹലഗ മാർക്കറ്റിന് സമീപം ഒരു ഫ്രൂട്ട്സ് കമ്പനിയിലെ ജീവനക്കാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. റമദാൻ ആദ്യവാരത്തിലാണ് ഇദ്ദേഹത്തെ കോവിഡ് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലപ്പുറം കൊണ്ടോട്ടി മുതവല്ലൂർ സ്വദേശി പറശ്ശേരി ഉമർ ജിദ്ദയിലെ ഒബഹൂറിലെ കിങ് അബ്ദുള്ള മെഡിക്കൽ കോംപ്ലക്സിൽ വെച്ചാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്. സാംസങ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. 1 മാസത്തോളം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശി അഞ്ചുകണ്ടൻ മുഹമ്മദ് ഇല്യാസിനെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് സർക്കാർ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണപ്പെടുകയാണ് ചെയ്തത്. KMCC നേതാക്കളുടെ നേതൃത്വത്തിലാണ് മരണപ്പെട്ടവരുടെ മരണാനന്തര നടപടികൾ പൂർത്തിയാക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളി പുള്ളിമാൻ ജംഗ്ഷൻ സ്വദേശി ഷാനവാസ് ഇബ്രാഹിം കുട്ടി 32കാരനാണ്. കോവിഡ് ലക്ഷണങ്ങളെ തുടർന്ന് ഒരാഴ്ച മുമ്പ് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയ ഷാനവാസിന് ഇന്നലെ വൈകിട്ടോടെ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജുബൈൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു. കോവിഡ് ബാധിച്ചാണ് മരണം സംഭവിച്ചതെന്ന് നാട്ടിലുള്ള ബന്ധുക്കൾക്ക് വിവരവും ലഭിച്ചു. സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. 1.5 വർഷം മുമ്പാണ് വിവാഹം കഴിഞ്ഞ് തിരിച്ചെത്തിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.